ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ അകത്ത് അലമാര അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അലമാര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാര്യം എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളിൽ അലമാര ചെയ്യുന്ന സമയത്താണ് വരുന്നത്, അതിൻ്റെ പ്രൊജക്ഷൻ കാരണം റൂമിൻ്റെ മാക്സിമം സ്പേസ് നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു അലമാര സിസ്റ്റമാണ് ഈ കാണുന്നത്. നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് കാണാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വേറെ ഒന്നുമില്ല, ആദ്യമേ തന്നെ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, അലമാര എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഭിത്തിയുടെ സെയിം ലെവലിൽ തന്നെ ഫെറോസെമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഫെറോസെമെൻറ്റ് വേണമെന്ന് നിർബന്ധമില്ല, 1 ഇഞ്ച് വരുന്ന ഇഷ്ടികയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ കട്ട കെട്ടി തുടങ്ങും. അതായത് നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് കട്ട കെട്ടി തുടങ്ങുന്ന സമയത്ത് ബാക്കിൽ വാർക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ സാധാരണ അലമാര സിസ്റ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാക്സിൽ വാർക്കുന്ന സിസ്റ്റം ചെയ്ത് 1 ഇഞ്ച് കനത്തിലാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കമ്പി ഇട്ടിട്ട് കമ്പിയുടെ ആ ലെവലിൽ വന്നിട്ട് കറക്റ്റ് ഒരുപാട് കനം വരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വാർത്തതിന് ശേഷം നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം വാർത്ത് ക്ലിയർ ചെയ്യുക ബാക്ക് വശം. അപ്പോൾ ഒരു കല്ലിൻ്റെ കനം, ചെങ്കല്ലാണ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു ഉള്ളളവ് ഏകദേശം 8 ഇഞ്ച് 9 ഇഞ്ചെങ്കിലും ഫിനിഷിങ് കഴിഞ്ഞ് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് വരുന്ന കല്ലിൻ്റെ സെയിം ലെവലിൽ തന്നെ, നമ്മുടെ ചുമരിൻ്റെ സെയിം ലെവലിൽ തന്നെ ഒട്ടും പ്രൊജക്ഷൻ വരാത്ത രീതിയിൽ വേണം നമ്മൾ അലമാര സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെറിയ റൂമാണെങ്കിൽ കൂടിയും റൂമിൻ്റെ ഉള്ളളവ് ഒരുപാട് നഷ്ടപ്പെടും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മൾ ഫെറോസെമെൻറ്റ് തന്നെ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ വേറൊന്നും കൊണ്ടും മാർഗ്ഗമില്ലാത്തതുകൊണ്ടും അതുമാത്രമല്ല അത്യാവശ്യം വലിപ്പമുള്ള റൂം ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ചെയ്യേണ്ട വന്നത്. ഇത്രയും സെൻറ്റിമീറ്റർ, ഏകദേശം ഒരു 50 സെൻറ്റിമീറ്ററോളം ഫ്രണ്ടിലേക്ക് കയറി വരും. 50 സെൻറ്റിമീറ്റർ റൂമിൻ്റെ ആ ഏരിയ മൊത്തം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും സംഭവിക്കുക. ഇത് നമുക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമാണ് എങ്കിലും റൂമിൻ്റെ അകത്ത് വരുന്നത് റൂമിൻ്റെ സ്പേസ് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ നമ്മൾ പുറത്തേക്ക് തള്ളി വന്നു. അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, റൂം ചെറുതായിട്ട് ഫീൽ ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ വലിയ റൂമാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളില്ല. ചെറിയ റൂം ആകുമ്പോഴാണ് റൂം കൺജസ്റ്റഡ് ആയിപ്പോവും, ചെറിയ ഒരു ഏരിയയിൽ മാറിപ്പോവും. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട പ്ലാനാണെങ്കിൽ നമുക്ക് റൂമിനോട്, അതായത് ചുമരിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ സ്പേസ് നഷ്ടപ്പെടുന്നില്ല. നല്ലൊരു ഐഡിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് വേറെ ഒന്നുമല്ല, നമുക്കിനി ഫെറോസെമെൻറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയ സ്ലാബുകൾ വാർത്തിട്ടാലും, അതായത് ചെറിയ 6 6 mm അല്ലെങ്കിൽ 4 mm ഒക്കെ വരുന്ന കമ്പി ഇട്ടതിന് ശേഷം സ്ലാബ് വാർത്ത് ടൈറ്റ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല, 1 ഇഞ്ച് വരുന്ന ഇഷ്ടികകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വരുന്ന ഇഷ്ടികയുണ്ട്. ഈ ഇഷ്ടിക വെച്ച് ക്ലിയർ ചെയ്താലും സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് റൂമിൻ്റെ ഉള്ളളവിൽ സൗകര്യം നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്കൊരു അലമാര സിസ്റ്റം സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇനി ഇതിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് ഡോറ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫാബ്രിക്കേഷൻ്റെ, അല്ലെങ്കിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ വരുന്ന ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇഞ്ചിന് മാത്രമേ പുറത്തേക്ക് വരാവുന്ന രീതിയിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡോറ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ഡോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിൽ തുറക്കുന്ന സിസ്റ്റം ആണെങ്കിലും പ്രശ്നമില്ല, സ്ലൈഡിംഗ് ഡോർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല രീതിയിൽ തന്നെ ഒട്ടും തന്നെ പ്രൊജക്ഷൻ വരാത്ത രീതിയിൽ മാക്സിമം പോയി 1 ഇഞ്ച് മാത്രമേ പ്രൊജക്ഷൻ വരുന്നുള്ളൂ. അങ്ങനെ ചെയ്താലും വളരെ നീറ്റായിട്ട് നമുക്കൊരു നല്ലൊരു അലമാര സിസ്റ്റം നമ്മുടെ റൂമിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight.